അധ്യക്ഷ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സഹോദര മെത്രാപ്പോലീത്തന്മാരെ, ഒരു പൗരോഹിത്യ സ്ഥാനിയേക്കാൾ കൂടുതൽ മനുഷ്യ മനസ്സുകളെ വിവേചനം ചെയ്ത് ചിന്തകൾ അക്ഷരരൂപത്തിലാക്കി അവതരിപ്പിക്കുന്ന മലങ്കര സഭയുടെ അഭിമാന പുത്രൻ എന്ന് നമുക്ക് വളരെ ഇഷ്ടത്തോടെ സംബോധന ചെയ്യാൻ തക്കവണ്ണം യോഗ്യനായിരിക്കുന്ന പ്രിയപ്പെട്ട ബെന്യാമിൻ, അധ്യക്ഷ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, റമ്പാച്ചന്മാരെ, അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, പ്രത്യേകിച്ച് ഈ വൈദിക സംഘത്തിൻ്റെ ഒരു ഡൈനാമിക് പേഴ്സൺ എന്ന് പറയാൻ തീർച്ചയായും അർഹതപ്പെട്ട തോമസ് വർഗീസ് അമേലച്ചൻ, സഖേറച്ചൻ്റെ പേര് പറയുന്നത് അച്ഛൻ അത്ര ഇഷ്ടമാകാൻ വഴിയില്ലാത്തതുകൊണ്ട് ഞാനത് അങ്ങനെ പറയുന്നില്ല. ബഹുമാനപ്പെട്ട കോറപ്പിസ്കോപ്പമാരെ, മലങ്കരയുടെ എല്ലാ ഭദ്രാസനങ്ങളിൽ നിന്നും, മിക്കവാറും എല്ലാ ഭദ്രാസനങ്ങളിൽ നിന്നും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വൈദിക സഹോദരങ്ങളെ, വളരെ കൃത്യനിഷ്ഠതയോടെയാണ് ഈ പ്രോഗ്രാം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. എത്ര മിനിറ്റ് ഓരോരുത്തരും സംസാരിക്കണമെന്ന് വളരെ വ്യക്തമായി ഈ കടലാസിൽ എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ള ഒരു അച്ചടക്കവും നിഷ്ഠയും പാലിക്കപ്പെട്ടിട്ടുള്ള ഈ സന്ദർഭത്തിൽ അതെല്ലാം കാത്തുസൂക്ഷിക്കുവാൻ ഞാനും നിർബന്ധിതനാണ്, സന്തോഷവുമാണ്. എന്താണ് പറയേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു രൂപവുമില്ല. കാരണം വൈദികരെന്ന് പറയുന്നത് എപ്പോഴും മറ്റുള്ളവരെ പറ്റി സംസാരിക്കുന്നവരാണ്. അവരെങ്ങനെ ആയിരിക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ സംസാരിക്കുകയും മറ്റുള്ളവരുടെ ജീവിതങ്ങളിലും കാര്യങ്ങളിലുമൊക്കെ ദിശാബോധം നൽകാൻ തക്കവണ്ണമുള്ള നിയോഗം പൗരോഹിത്യത്തിനുണ്ട്. അത് നിർവഹിക്കുന്ന നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കാണുവാനും നാം എങ്ങനെയായിരിക്കണമെന്ന് സ്വയം ചിന്തിക്കുവാനുമുള്ള ഒരു സമ്മേളനവും അതിനോട് ബന്ധപ്പെട്ട വിഷയവുമാണ് നാം കൈകാര്യം ചെയ്യുന്നത്. നാം പലപ്പോഴും നാം എങ്ങനെയായിരിക്കണം എന്നുള്ളത് എപ്പോഴും ചിന്തിക്കാറില്ല. ഒരുപക്ഷെ പൗരോഹിത്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ സന്ദർഭത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ നാം ഓർമ്മിക്കപ്പെടാറുണ്ട് ആ വിധത്തിലൊക്കെ. പക്ഷെ അത് കഴിയുമ്പോൾ അത് താനെ മറന്നുപോകുന്ന രീതിയാണ് നമുക്കുള്ളത്. അപ്പോൾ കാലത്തിൻ്റെ വെല്ലുവിളികൾ കൃത്യമായി മനസ്സിലാക്കുവാനും മനുഷ്യ സമൂഹത്തെ, വിശ്വാസ സമൂഹത്തെ ദിശാബോധത്തോടെ നയിക്കുവാനും നിയോഗമുണ്ടാകുമ്പോൾ നാം എങ്ങനെയായിരിക്കണമെന്നുള്ള ചിന്ത യാതൊരു തടസ്സവും കൂടാതെ എപ്പോഴും ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. നാം എങ്ങനെ ആയിരിക്കണം എന്നുള്ള ചിന്തയ്ക്ക് രൂപവും ഭാവവും നമുക്ക് ലഭിക്കുമ്പോഴാണ് മറ്റുള്ളവരെ നയിക്കുവാൻ തക്കവണ്ണമുള്ള ചിന്തകളും നമ്മുടെ മനസ്സിൽ കടന്നു കയറുന്നത്. 21-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് ഏറെ മനുഷ്യ മനസ്സുകളിലെ വളരെ കോളിളക്കവും വലിയ മാറ്റവും വരത്തക്കവണ്ണമുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോഴെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കാവൽ ഭടന്മാരാണ് പുരോഹിതന്മാർ. അവർ എങ്ങനെ ചിന്തിക്കുന്നു, അവർ എങ്ങനെ സംസാരിക്കുന്നു, അവർ എങ്ങനെ ദിശാബോധം നൽകുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും മലങ്കര സഭയുടെ ആത്മീയ ഭൗതിക പുരോഗതികളുടെ എല്ലാം തന്നെ ആകത്തുക എന്ന് പറയാതിരുന്നുകൂടാ. ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്
വലിയ വലിയ നിയോഗവും ഉത്തരവാദിത്വവുമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യമോ ചിന്തകളോ ഒന്നും തന്നെ അത് ബലപ്പെടുത്തുവാനാകാതെ ലോകത്തെയും അതുപോലെ തന്നെ മനുഷ്യനെയും മനുഷ്യ മനസ്സുകളെയും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരത്തക്കവണ്ണമുള്ള ദീപ്തമായ ചിന്തകളിലൂടെ നമ്മുടെ പ്രവർത്തന ശൈലി രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് വസ്തുതയാണ്. നാം എപ്പോഴും തിരുവെഴുത്തുകളാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നാം പരതി നോക്കുന്നത്. പൗരോഹിത്യത്തെക്കുറിച്ച് നമ്മുടെ തിരുവെഴുത്തുകൾ പരതി നോക്കിയാൽ 2, 3, 4 വിധത്തിലുള്ള പൗരോഹിത്യ ശൈലികൾ നാം ബൈബിളിൽ കാണുന്നുണ്ട്. മൽക്കിസദേക്കിന്റെ ഒരു രൂപവും ഭാവവും അപ്പവും വീഞ്ഞും ഉപയോഗിച്ച് ബലിയർപ്പിച്ചു എന്ന് സൂചന നൽകപ്പെടുന്ന മൽക്കിസദേക്കിന്റെ ബലിയും ബലിയർപ്പണവും. തുടർന്ന് പിന്നീട് നമുക്ക് ലഭിക്കുന്നത് ലേവ്യ ഗോത്രത്തിലെ മോശയും അഹറോനും യഹോവയുടെ നിയമപ്രകാരം അവരെ ആ നിയോഗത്തിൽ ജീവിക്കുകയും മൃഗബലികളിലൂടെ ബലിയർപ്പണം നടത്തി പൗരോഹിത്യം പൂർത്തീകരിക്കുകയായിരുന്നു. മൂന്നാമത്തെ പൗരോഹിത്യം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെതാണ്. ഈ 2 പൗരോഹിത്യത്തിൻ്റെയും ഒരു സമന്വയ രീതിയാണ് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ കാണുന്നത്. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിന് പുറകാലെയുള്ള ആധുനിക കാലഘട്ടത്തിലെ പൗരോഹിത്യ ശൃംഖലയിൽപ്പെട്ട തലമുറയാണ് ഇന്ന് നാം ഓരോരുത്തരും എന്നുള്ളതും മറന്നുകൂടാ. നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് വിശ്വാസ സമൂഹത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, എനിക്ക് വേണ്ടി എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അവരെ നയിക്കുന്നു. അങ്ങനെയുള്ള ഒരു പൊതു ചിന്തയും ഭാവനയും നമ്മുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് ആവശ്യമാണെന്നാണ് എൻ്റെ വിചാരം. ഈ 2-3 ദിവസങ്ങൾ നിങ്ങളിവിടെ താമസിക്കുകയും ചിന്തിക്കുകയും പല വിഷയങ്ങളും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെ സഭ നേരിടുന്ന ആത്മീകവും ഭൗതികവുമായ എല്ലാവിധത്തിലുള്ള വിഷയങ്ങളും നമ്മുടെ ചിന്തകളിലൂടെ കടന്നു പോകുകയും അതിൽ സജീവമായി നാം പങ്കുകൊള്ളുകയും സഭയ്ക്ക് ഒരു ആധ്യാത്മികമായ ചൈതന്യം ഉണ്ടാകത്തക്കവണ്ണമുള്ള നിലയിൽ നാം മുന്നോട്ട് പോകുകയും വേണം. കാലം നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയില്ല. 2000 വർഷം പഴക്കമുള്ള ഒരു പൗരാണിക സഭയാണിത്. വലിയ പോറലേൽക്കാതെ ഇന്നും വലിയ പീഡനങ്ങൾ കൂടാതെ മലങ്കരയിൽ അഥവാ ഭാരതത്തിൽ ഒരു ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്ന അഭിമാനത്തോടെ നമുക്ക് ഓർക്കാൻ കഴിയുന്ന ഒരു സഭ ഇന്നും ഇവിടെ നിലനിൽക്കുന്നു. നമുക്ക് ധാരാളം ആരാധനാ സ്വാതന്ത്ര്യമുണ്ട്, പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യങ്ങളും എല്ലാം കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് ഈ ലോകത്തെയും സമൂഹത്തെയും സഭയെയും നയിക്കുവാനുള്ള നിയോഗം ഏറ്റവും നന്നായി പൂർത്തീകരിക്കുവാൻ നമുക്ക് സംഗതിയാക്കട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കുവാനുള്ളത്, നിങ്ങളോട് ഓർമ്മിപ്പിക്കുവാനുള്ളത്. കൂട്ടത്തിൽ ഒരു കാര്യം ഇതിനോട് ബന്ധപ്പെടുന്നതാണെങ്കിൽ പോലും അല്പം വ്യത്യസ്തമായ രീതിയിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഈ പരിമല ഭൂമി അല്ലെങ്കിൽ ഈ പരിമല ദേവാലയം നിൽക്കുന്ന ഈ പുണ്യഭൂമിയിൽ നാം ഇവിടെ രോഗ ശുശ്രൂഷ അഥവാ രോഗ ചികിത്സാ ശുശ്രൂഷ നടത്തുന്നുണ്ട്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ നാമത്തിലുള്ള ഒരു ആസ്പത്രി. അതിനോടനുബന്ധമായി നാം ഒരു ക്യാൻസർ രോഗ ശുശ്രൂഷയും ചികിത്സയും നടത്തുവാൻ തക്കവണ്ണമുള്ളൊരു സ്ഥാപനം ഇവിടെ അതിൻ്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സന്ദർഭമാണിത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ നല്ലതുപോലെ ഒന്ന് ചിന്തിക്കുക. നമ്മുടെ വിശ്വാസികൾ എല്ലാവരും അവരവരുടേതായ ചെറിയ പങ്കാളിത്തത്തിലൂടെ ആ പദ്ധതി നിറവേറ്റാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. 2012 നവംബർ മാസം 25-ാം തീയതി മറൈൻ ഡ്രൈവിൽ വെച്ച് മലങ്കര സഭ ഉച്ചൈസ്തരം ഓർമ്മിപ്പിച്ച ഒരു സംഗതി എന്ന് പറയുന്നത് 100 കോടി രൂപയുടെ
ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുവാൻ ഈ മലങ്കര സഭ തീരുമാനിക്കുന്നുവെന്ന് ഒരു പ്രഖ്യാപനം അവിടെ ഉണ്ടായി. ആ പ്രഖ്യാപനം അല്പാൽപമായി അത് പുരോഗമിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ പരിമലയിൽ ഈ ക്യാൻസർ ശുശ്രൂഷ അല്ലെങ്കിൽ ക്യാൻസർ ആശുപത്രി എന്ന് പറയുന്ന പ്രസ്ഥാനം പൂവണിയണമെങ്കിൽ മലങ്കരയിലെ എല്ലാ വിശ്വാസികളും അവരവരുടേതായൊരു ചെറിയ പങ്കാളിത്തം നൽകാൻ തക്കവണ്ണം സന്നദ്ധമാകണം. അതിന് വിശ്വാസികളെ നിങ്ങൾ ബോധവൽക്കരിക്കുകയും പ്രേരിപ്പിക്കുകയും വേണം. വലിയ വലിയ തുകകളല്ല ഓരോരുത്തരിൽ നിന്നും ആവശ്യപ്പെടുന്നത്. ഒരടി നിർമ്മാണത്തിന് 3700 രൂപ കൊടുക്കുവാൻ തക്കവണ്ണം ഓരോ ഇടവകയിൽ നിന്നും വിശ്വാസികളെ കണ്ടെത്തണം. ക്യാൻസർ രോഗം എന്ന് പറയുന്നത് കേരളത്തെ ഇന്ന് അതുപോലെ ശക്തമായി ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണല്ലോ. ഈ മധ്യ തിരുവിതാംകൂറിൽ ഒരു നല്ല ചികിത്സാലയം ഇക്കാര്യത്തെ സംബന്ധിച്ച് ഇല്ലെന്നുള്ളതും ഇതിന്റെ പോരായ്മയാണ്. തിരുവനന്തപുരം കഴിഞ്ഞാൽ ഒരു ക്യാൻസർ രോഗത്തിന്റെ ചികിത്സയ്ക്ക് എറണാകുളത്ത് ചെല്ലുമ്പോഴാണ് അല്പമെങ്കിലും മെച്ചപ്പെട്ട ഒരു ചികിത്സ നമുക്ക് ലഭിക്കുവാനുള്ളത്. അതുകൊണ്ട് പരിശുദ്ധ പരിമല തിരുമേനി തൻ്റെ ദിവ്യമായ ദൈവികമായ അനുഗ്രഹം മുഖാന്തരമായി ഏത് രോഗത്തിനും സൗഖ്യം നൽകുവാൻ തക്കവണ്ണം വരദാനമുള്ള മഹാപരിശുദ്ധനായ പിതാവായിരുന്നു. അപ്പോൾ ആ പിതാവിൻ്റെ സന്നിധിയിൽ വരുന്ന ഇപ്രകാരമുള്ള രോഗികൾക്ക് സൗഖ്യം കൊടുക്കുവാൻ തക്കവണ്ണം മലങ്കര സഭ പരമാവധി ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് 3700 രൂപ ധനസഹായം ചെയ്യുവാൻ കഴിവുള്ള എല്ലാവരും, അതിനേക്കാൾ കൂടുതൽ കഴിവുള്ളവരെ വേണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ എല്ലാവരുടെയും ഒരു പങ്കാളിത്തം അതിൽ ഉണ്ടാകണം. അതിനെ വൈദികർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, ശ്രമിക്കണം. തിരുവെഴുത്തുകളുടെ പ്രത്യയശാസ്ത്രം മാത്രം ഓർത്താൽ മതി ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ എന്നാണ് എൻ്റെ വിചാരം. നമുക്കറിയാം 10 രൂപ നമ്മുടെ കൈകളിൽ വരുമ്പോൾ 9 രൂപയുടെ ഉടമസ്ഥത മാത്രമേ നമുക്കുള്ളൂ. 1 രൂപ എന്ന് പറയുന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിക്കാനുള്ളതാണ് എന്ന് വളരെ ശക്തമായ സൂചനയും നിയമവും കൽപ്പനയും തിരുവെഴുത്തുകളിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 10 രൂപയുടെ സമ്പാദ്യത്തിൽ 9 രൂപ മാത്രം നമ്മുടേതും 1 രൂപ ദൈവത്തിൻ്റെതുമാണ്. ആ പ്രത്യയശാസ്ത്രം നമ്മുടെ സാധാരണക്കാരോട് പറയുമ്പോൾ 1 വർഷമുള്ള ആ കണക്കിൽ ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള എത്ര തുകയാണ് നമ്മുടെ കൈകളിൽ ഇരിക്കുന്നത് എന്ന് സത്യസന്ധമായി കണക്കുകൂട്ടി അത് ദൈവത്തിനുള്ളത് ദൈവത്തിനും കൈസർക്കുള്ളത് കൈസർക്കും അതുപോലെ തന്നെ ലോകത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതുപോലെ നമ്മുടെ ഭവനത്തിൽ നമ്മുടെ കൈകളിൽ നമ്മുടേതല്ലാത്ത ദൈവത്തിൻ്റെതായ ധനം എത്രയുണ്ടെന്ന് സ്വയം കണക്കുകൂട്ടി അതിൽ നിന്ന് ഒരു 3700 രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞ തുകയായി അവർ ഈ പ്രസ്ഥാനത്തിന് നൽകുമെങ്കിൽ ഒരുപാട് സാധാരണക്കാർക്ക് ചികിത്സ ലഭിക്കാൻ ഇടയുണ്ടെന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ വൈദികരോട് ഇത് ഓർമ്മിപ്പിക്കാനുള്ള കാരണം, നിങ്ങളാണ് സാധാരണക്കാരായ നമ്മുടെ സഭയുടെ വിശ്വാസ സമൂഹത്തോട് ഇത് ഓർമ്മിപ്പിക്കേണ്ടത്. അതിന് നിങ്ങൾ താല്പര്യമെടുക്കുമെന്ന് ഞാൻ വിചാരിക്കട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ആരംഭ ദിവസം തന്നെ ഇത്രയും വൈദികരുടെ സാന്നിധ്യം കാണുമ്പോൾ വളരെ സന്തോഷവും പ്രതീക്ഷയും ധൈര്യവുമാണ് ഉണ്ടാകുന്നത്. കാലത്തിൻ്റെ വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സഭാ നൗകയെ, ഈ 2000 വർഷം പിന്നിട്ട ഈ പൗരാണികമായ സഭയെ ഇനിയും മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സഹകരണവും എല്ലാവിധത്തിലുള്ള ശ്രമവും ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിച്ച് ഈ ഉദ്ഘാടന പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. കാ